ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് നിലവിൽ. NDRFന്റെ ആദ്യ സംഘം സന്നിധാനത്തെത്തിയിട്ടുണ്ട്. പമ്പയിലും മരക്കൂട്ടത്തും പോലീസ് വടം കെട്ടി തിരക്ക് നിയന്ത്രിക്കുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗ് 20,000-ആയി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. ഡിസംബർ 10 വരെയുള്ള വെർച്വൽ ബുക്കിംഗും പൂർത്തിയായി. നന്ദു ഷാ വിശദാംശങ്ങൾ നൽകും. നന്ദു, ഇന്നലെ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. ദ്രുതഗതിയിൽ തന്നെ ഈ സാഹചര്യം തിരിച്ചുപിടിക്കാനുള്ള വേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ നിയന്ത്രണ വിധേയമാണ്. NDRFും SDRFും ഒക്കെ സ്പോട്ടിലെത്തി അവരുടെ ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞോ? തീർച്ചയായും സൈഫു, 35 അംഗ സംഘം NDRFന്റെ സംഘമാണ് ഇപ്പോൾ നിലവിൽ സന്നിധാനത്ത് പ്രവേശിച്ചിട്ടുള്ളത്. അവർ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പോലീസിന്റെ കൂടുതൽ ശ്രദ്ധ നിലവിൽ തിരക്ക് നിയന്ത്രണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ നല്ല രീതിയിൽ തീർത്ഥാടകർ എത്തിയിട്ട് പോലും ഇന്നലെ ഉച്ചക്കലത്തേത് പോലെയുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാഞ്ഞത്. കൃത്യമായ രീതിയിൽ തന്നെ വിവിധ ഇടങ്ങളിലായി തീർത്ഥാടകരെ നിയന്ത്രിച്ച് ഘട്ടം ഘട്ടമായി സന്നിധാനത്തേക്ക് കയറ്റിവിടുന്ന ഒരു നടപടിയാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വളരെയധികം കൂടിയതാണ് ഇത്തരത്തിൽ ഒരു ക്രമാതീതമായ തിരക്ക് വർധനയിലേക്ക്, അല്ലെങ്കിൽ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ബൈറ്റൊക്കെ പുറത്തു വന്നപ്പോൾ സത്യത്തിൽ കുറച്ച് ആശങ്ക ജനിപ്പിക്കുന്നതായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറയുന്നത് ഭയപ്പെടുത്തുന്ന തിരക്കാണ് ശബരിമലയിൽ ഉണ്ടായത് എന്നായിരുന്നു. ഏതാണ്ട് അതിന് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ നടപ്പന്തൽ ഭക്തരുമായി സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചത്. പോലീസിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു അധിക പ്രതികരണങ്ങളും തീർത്ഥാടകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. മരക്കൂട്ടത്തും അപ്പാച്ചിമേടിലും തടഞ്ഞു നിർത്തിയ ഭക്തർക്ക് കൃത്യമായ രീതിയിൽ കുടിവെള്ള വിതരണം പോലും നടത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപവും ഉയർന്നിരുന്നു. എന്നാൽ ആ ആക്ഷേപങ്ങൾക്കെല്ലാം ഇന്ന് രാവിലെയോടെ ഏതാണ്ട് ശമനം ഉണ്ടായിട്ടുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ നിയന്ത്രണം നടത്തുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തി കർശനമാക്കി എന്ന് തന്നെ പറയാം. 20,000 എന്ന സംഖ്യയിൽ നിന്നും ഒരെണ്ണം പോലും, അല്ലെങ്കിൽ ഒരാളെ പോലും അധികമായി കടത്തിവിടാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ദിനം പ്രതി നമ്മൾ മുൻപ് നിശ്ചയിച്ച പോലെ, യോഗങ്ങളിലൊക്കെ നിശ്ചയിച്ച പോലെ തന്നെ 90,000 ഭക്തരെ മാത്രമാണ് പ്രതിദിനം ശബരിമലയിലേക്ക് കയറ്റിവിടുന്നത്. മറ്റൊരു കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വൃശ്ചിക മാസം അല്ലെങ്കിൽ സീസൺ തുടങ്ങിയാൽ ആദ്യത്തെ ഒരു 10 ദിവസത്തോളം ഇത്ര വലിയ തിരക്ക് സാധാരണ ശബരിമലയിൽ അനുഭവപ്പെടാറില്ല. എന്നാൽ പതിവിന് വിപരീതമായി ഇത്തവണ കനത്ത തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. മാത്രമല്ല ഡിസംബർ 10 വരെയുള്ള വിർച്വൽ ക്യൂ ബുക്കിംഗ് ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാം. അത്രയും ദിവസത്തേക്ക്, അതായത് 70,000 വെച്ച് ഡിസംബർ 10 വരെയുള്ള മുഴുവൻ ബുക്കിങ്ങും നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇനി വരാനിരിക്കുന്നത് ഇപ്പോൾ കാണുന്നതിനേക്കാൾ വലിയ തിരക്കായിരിക്കും എന്നത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമായി വരും. ഇപ്പോൾ നിലവിൽ 70ഓളം NDRF ഉദ്യോഗസ്ഥരെയാണ്, അല്ലെങ്കിൽ NDRF ജീവനക്കാരെയാണ് ഇവിടെ കേന്ദ്രസേന എന്നുള്ള നിലയിൽ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുള്ളത്. എന്നാൽ കൂടുതൽ കേന്ദ്രസേനയെ ഇവിടെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പോലീസ് 18,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അതോടൊപ്പം എക്സൈസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഗാർഡുകൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ തന്നെ തിരക്ക് നിയന്ത്രിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും മതിയായ, അല്ലെങ്കിൽ ഇത്രയധികം ക്രൗഡ് വരുമ്പോൾ അവരെ മാനേജ് ചെയ്യാൻ മാത്രമുള്ള ഒരു മാൻ പവർ ഇവിടെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്നും ഇല്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ കൂടുതൽ സേവനം ആവശ്യമായി വരും. ഇന്നലെ വിമർശനമായി തന്നെ ഇവിടെ ഉയർന്ന ഒരു കാര്യമാണ്, കേന്ദ്ര സർക്കാരിന് സീസൺ തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കത്ത് നൽകിയിട്ട് പോലും കേന്ദ്രസേനയെ വിട്ടു നൽകാൻ തയ്യാറായില്ല എന്നുള്ളത്. അതിന് ഒരു താൽക്കാലിക ആശ്വാസം എന്നോണം മാത്രമാണ് ഇപ്പോൾ 70 പേരോളം വരുന്ന NDRF സംഘം ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായത്. എന്നാൽ കൂടുതൽ കേന്ദ്രസേന ഇവിടെ എത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ സീസണിലും അത് വരുന്നതാണ്. ഇത്തവണ മാത്രം എന്തുകൊണ്ട് ഇത് വൈകിപ്പിച്ചു എന്നുള്ളതൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഏതായാലും നിലവിൽ സന്നിധാനത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. പമ്പയിലും നിലയ്ക്കലും കാര്യമായ തിരക്കുണ്ടെങ്കിൽ പോലും ഭക്തരെ കൃത്യമായ രീതിയിൽ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ പോലീസിന് കഴിയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഏറ്റവും പ്രധാനമായി ഭക്തർ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത തന്നെയാണ്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു നീക്കുപോക്കിലേക്കൊക്കെ പോകാൻ ഇപ്പോൾ അധികൃതർ തയ്യാറായിട്ടുണ്ടോ? എന്തൊക്കെ നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്? തീർച്ചയായും അമൃത, അതിനകത്തൊരു പ്രശ്നം, സാങ്കേതിക പ്രശ്നമുള്ളത്, ഈ 11 മണിക്കൂറോളമൊക്കെ ക്യൂവിൽ നിൽക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ഭക്തർക്ക് മറ്റു ഫെസിലിറ്റികൾ, അല്ലെങ്കിൽ കുടിവെള്ളം, അവർക്ക് ശൗചാലയ സൗകര്യങ്ങൾ ഉറപ്പാക്കണം, ലഘുഭക്ഷണം ഉറപ്പാക്കണം, അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ആ കാര്യങ്ങളിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. മരക്കൂട്ടത്തും അപ്പാച്ചിമേടിലും ഒക്കെ കൂടി നിന്ന ഭക്തർക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ മതിയായ രീതിയിലുള്ള ടോയ്ലറ്റ് കോംപ്ലക്സുകളും ഇല്ലായിരുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. ഉള്ള ഇടങ്ങളാണെങ്കിൽ വൃത്തിഹീനവും
പ്രശ്നവുമായിരുന്നു എന്ന് പറയുന്നു. ഈ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടാവണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് മുന്നൊരുക്കങ്ങൾ പര്യാപ്തമല്ലായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ദേവസ്വം പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് പുറത്തു വന്നത്. ഏതായാലും അത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഈ ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾക്ക് ഒരു ന്യായീകരണമായി പറയാൻ കഴിയുന്നതല്ല എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഏതായാലും ദേവസ്വം പ്രസിഡന്റ് ആ പരാതി ഇപ്പോഴും അവശേഷിക്കുകയാണ്. മുന്നൊരുക്കങ്ങൾ മതിയായ രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇനിയിപ്പോൾ കൂടുതൽ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ സജ്ജീകരിക്കുക എന്നുള്ളതൊക്കെ കുറച്ചുകൂടി ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. താൽക്കാലികമായുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ വൃത്തിയോടെ അല്ലെങ്കിൽ കുടിവെള്ള വിതരണം ഉൾപ്പെടെ കുറച്ച് കാര്യക്ഷമമായി നടത്താനുള്ള തീരുമാനത്തിലാണ് നിലവിലെത്തിയിരിക്കുന്നത്. ഏതായാലും മുന്നൊരുക്കങ്ങളുടെ അപാകത ശബരിമലയിലെ ഇത്തവണത്തെ തീർത്ഥാടനത്തെ തീർത്തും ബാധിച്ചിട്ടുണ്ട്. കൃത്യമായി അത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നലത്തെ തിരക്കും ഇന്നലെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നത്. ഏതായാലും അമൃത പറഞ്ഞതുപോലെ ഇനി ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വഴിയിൽ തങ്ങേണ്ടി വന്നാലും തിരക്ക് വർദ്ധിച്ച് വഴിയിൽ വടം കെട്ടി തടഞ്ഞാലും അവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും ലഘുഭക്ഷണവും ഒക്കെ എത്തിച്ചു നൽകണം എന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് ശ്രദ്ധിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു തീരുമാനമാണ് ഉണ്ടാകുന്നത്. ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾക്ക് അരികിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു നടപടിയാണ് ഇനി ഉണ്ടാകേണ്ടത്. കാര്യം ഈ കൂട്ടത്തിനിടയിൽ നിന്ന് വെള്ളം അന്വേഷിച്ച ആളുകൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ തിരിച്ചു കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വീണ്ടും തിക്കും തിരക്കും വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ളം അവർക്ക് അരികിലേക്ക് എത്തിച്ചു നൽകുന്ന ഒരു സിസ്റ്റമാണ് വേണ്ടത്. നടപ്പന്തലിൽ അതുണ്ട്, എന്നാൽ മരക്കൂട്ടത്തും കാനനപാതകളിലും ഒന്നും അത്തരം സാഹചര്യം നിലവിലില്ല. അവിടെ കൂടി ആ ഒരു സിസ്റ്റം സജ്ജീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതാണ് ഇന്നലെ തീർത്ഥാടകർ പറഞ്ഞത്. വളരെ വേദനിപ്പിക്കുന്ന നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം